വെൽക്കം ടു മോട്ടറിംഗ് ലൈഫ്. ഇന്നത്തെ വീഡിയോ ഹിമാലയൻ്റെ ചെയിനും സ്പോക്കറ്റുകളും എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് ഇന്നർ സ്പോക്കറ്റിൽ നിന്ന് തുടങ്ങാം. ഇന്നർ സ്പോക്കറ്റിനെ കവർ ചെയ്യുന്ന കേസിങ്ങിൽ വരുന്ന ബോൾട്ടാണ് 8mm. കേസിങ്ങിൽ 2 ബോൾട്ട് ഉണ്ട്. ഞാനിവിടെ 8mm T യൂസ് ചെയ്താണ് അതിന് ലൂസ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ ഇന്നർ സ്പോക്കറ്റിൻ്റെ നട്ടിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലോക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആ മടക്കി വെച്ചിരിക്കുന്ന ലോക്കിനെ നിവർത്തി വെക്കുകയാണ് അടുത്ത് ചെയ്യാനുള്ളത്. അവിടെ സ്ക്രൂ ഡ്രൈവറോ ചിസലോ യൂസ് ചെയ്ത് അതിനെ നിവർത്തി വെക്കാവുന്നതാണ് ഹാമറിൻ്റെ സഹായത്തോടെ. ഞാനിവിടെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് അതിനെ നിവർത്തി വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി 30mm ലോക്ക് നട്ട് ലൂസ് ചെയ്യണം. ഞാൻ അവിടെ ലൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 30mm ബോക്സും ലിവറുമാണ്. ഇത് ലൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബൈക്കിനെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടതിന് ശേഷം ബ്രേക്കും കൂടെ ചവിട്ടി പിടിക്കേണ്ടതാണ്. കാരണം ലൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ചെയ്തിട്ടും ഇന്നർ സ്പോക്കറ്റിൻ്റെ നട്ട് ലൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാറിൻ്റെ വീൽ അളക്കുന്ന സെയിം രീതിയിൽ ലിവറിൻ്റെ മുകളിൽ ചവിട്ടി പിടിച്ച് ലൂസ് ചെയ്യേണ്ടതാണ്. ലോക്ക് നട്ടിനെ ബോക്സ് വെച്ച് ലൂസ് ചെയ്തതിന് ശേഷം കൈ വെച്ച് ലൂസ് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനുശേഷം ലോക്ക് നട്ടിനെ ലോക്ക് ചെയ്ത് വെക്കുന്ന ലോക്കും കൂടെ ഊരിയെടുക്കേണ്ടതാണ്. അതിനുശേഷം ഇന്നർ സ്പോക്കറ്റിനെ മുന്നിലോട്ടും പിന്നിലേക്കും പുഷ് ചെയ്ത് വലിച്ചൂരിയെടുക്കേണ്ടതാണ് ഇതിൽ കാണിക്കുന്നത് പോലെ. എന്നിട്ട് അതിനെ ചെയിനിൽ നിന്ന് ഊരിയെടുക്കേണ്ടതാണ്. ഇന്നർ സ്പോക്കറ്റിനെയും ചെയിനെ റിമൂവ് ചെയ്തതിനു ശേഷം അതിനകം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്ത് അതിനെ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ ഗ്രീസ് അപ്ലൈ ചെയ്യുന്നതാണ്. പുതിയ സ്പോക്കറ്റിൻ്റെയും പഴയ സ്പോക്കറ്റിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ തന്നെ നോക്കി വിലയിരുത്തൂ. ഇനി ഇന്നർ സ്പോക്കറ്റിനെ ചെയിനുള്ളിൽ കയറ്റി ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇന്നർ സ്പോക്കറ്റിനെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെയിന് ഊരിയെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ചെയിനെ എങ്ങനെ ഊരിയെടുക്കുമെന്ന് നോക്കാം. ചെയിനിൽ ഒരു ലോക്ക് ഉണ്ട്, അതിനെ പറയുന്ന ചെയിൻ ലോക്ക് എന്നാണ്. ഞാനിപ്പോൾ നോസ് പ്ലെയർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിർഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ അത് ഊരാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാം. ഈ ചെയിനും ചെയിൻ ലോക്കും ഉപയോഗമില്ലാത്തത് കൊണ്ട് ഞാൻ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ തട്ടി ഊരിയെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ചെയിൻ ലോക്ക് ഊരി കഴിഞ്ഞ് ഫസ്റ്റ് സെക്ഷനെ ഊരുക, അത് കഴിഞ്ഞ് പിറകിൽ നിന്ന് വലിച്ച് സെക്കൻഡ് സെക്ഷനെ ഊരിയെടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ചെയിൻ ലോക്കിനെ റിമൂവ് ചെയ്യുന്നത്. അതിനുശേഷം ചെയിനെ ഊരിയെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഔട്ടർ സ്പോക്കറ്റിൽ നിലക്കി കഴിഞ്ഞ ചെയിനെ ഇന്നർ സ്പോക്കറ്റിൽ നിന്നും കൂടെ റിമൂവ് ചെയ്യേണ്ടതാണ്. ചെയിൻ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നർ സ്പോക്കറ്റിനെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ ത്രെഡിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നട്ട് ലോക്കിനെ ഫിക്സ് ചെയ്യണം. 30mm ലോക്ക് നട്ടിനെ ചെറുതായിട്ടൊന്ന് കൈ വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് വീലിനെ റിമൂവ് ചെയ്യണം. ഹിമാലയൻ്റെ റിയർ വീൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി കവർ ചെയ്തതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീൽ ഹബിൽ നിന്ന് ചെയിൻ്റെ ഔട്ടർ സ്പോക്കറ്റ് റിമൂവ് ചെയ്യണം. ഇതിൽ കാണിക്കുന്നത് പോലെ. ഇപ്പോൾ എൻ്റെ 2 കൈയിലും പുതിയതും പഴയ സ്പ്രോക്കറ്റും ഉണ്ട്. വീലിൽ നിന്ന് ഊരിയെടുത്ത ഔട്ടർ സ്പോക്കറ്റിനെയും ഹബിനെയും സ്വിംഗ് ആമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീൽ ആക്സിൽ വെച്ച് കണക്ട് ചെയ്യേണ്ടതാണ്, ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ. ഇനി ഔട്ടർ സ്പോക്കറ്റിനെയും ഹബിനെയും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഔട്ടർ സ്പോക്കറ്റിനെയും ഹബിനെയും കണക്ട് ചെയ്യുന്ന നട്ടും ബോൾട്ടും വെച്ചിട്ടാണ്. അതായത് 8mm അലൻ കീയും 14mm ബോക്സുമാണ് യൂസ് ചെയ്യാനുള്ളത്. അലൻ കീയെ ലോക്ക് ചെയ്ത് വെച്ച് 14mm നട്ട് ലൂസ് ചെയ്യേണ്ടതാണ്. ലൂസ് ചെയ്യാനുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചെയിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഊരിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നർ സ്പോക്കറ്റിനെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയിന് ഊരിയത്. ഇപ്പോൾ ഞാൻ ഒന്ന് ഊരി കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫുൾ ഊരിയെടുക്കണം. എല്ലാ നട്ടും ബോൾട്ടും റിമൂവ് ചെയ്തതിന് ശേഷം ഔട്ടർ സ്പോക്കറ്റിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വീൽ ആക്സിലും ഹബും ഔട്ടർ സ്പോക്കറ്റും റിമൂവ് ചെയ്യേണ്ടതാണ്. സാധാരണ രീതിയിൽ ലൂസ് ചെയ്ത് ഊരിയെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് ഹബിൽ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് അലൻ കീ ബോൾട്ട് ചെയിൻ സ്പ്രോക്കറ്റിനെ ഹബിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ വെക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന നട്ടായ 14mm കൈ വെച്ച് ടൈറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ അടുത്തടുത്തുള്ള നട്ടും ബോൾട്ടുമാണ് ഫിക്സ് ചെയ്യുന്നത്. കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ക്രോസ് വൈസ് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ കാണിക്കുന്ന 3ാമത്തെ നട്ടും ബോൾട്ടുമാണ്. ഇതും സെയിം രീതിയിലാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇതുപോലെ എല്ലാ നട്ടും ബോൾട്ടും ഫിക്സ് ചെയ്യേണ്ടതാണ്. കണക്ട് ചെയ്ത എല്ലാ നട്ടും ബോൾട്ടിനെയും അലൻ കീയും ബോക്സും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ത്രെഡ് സീൽ ഉപയോഗിക്കുന്നില്ല. ത്രെഡ് സീലും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും.
റോയൽ എൻഫീൽഡിൻ്റെ ഓറിംഗ് വരുന്ന സ്റ്റോക്ക് ചെയിനിൽ 10,000 കിലോമീറ്റർ കമ്പനി പറയുമെങ്കിലും പക്ഷേ 3,000 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ചെയിനിന് പണി വന്ന് തുടങ്ങിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഔട്ടർ സ്പോക്കറ്റിനെയും ഹബിനെയും ഡിസ്കണക്ട് ചെയ്ത സെയിം രീതിയിൽ വേണം സ്വിംഗ് ആമിലും ആക്സിലും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വയ്ക്കാൻ. ഇവിടെ ടൈറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഞാനിവിടെ 2 ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫുള്ളും ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഫുൾ ടൈറ്റ് ചെയ്ത സെറ്റിനെ വീൽ ഹബിലോട്ട് കണക്ട് ചെയ്യുക. ഹിമാലയൻ്റെ റിയർ വീൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരും എൻ്റെ അറിവിൽ ചെയിൻ കംപ്ലൈൻറ്റ് വരുമ്പോൾ ചെയിൻ മാത്രമായി വാങ്ങി ഇടാറുണ്ട്. പക്ഷേ ചെയിനും സ്പോക്കറ്റും ഒരുമിച്ച് മാറി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും ചെയിന് കംപ്ലൈൻറ്റ് വരുന്നത് ലൂബും ക്ലീനും ചെയിൻ ടൈറ്റ് ചെയ്യുന്നതും പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ചെയിന് കംപ്ലൈൻറ്റ് വരുന്നത്. ഇത് പുതിയ ചെയിനും പഴയ ചെയിനും തമ്മിലുള്ള ലെങ്ത്തിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ 100% പ്രിസിഷൻ ഇല്ലെങ്കിലും ഏതാണ്ട് ഇത്രയും ഡിഫറൻസേ വരത്തുള്ളൂ. ചെയിനിനെ ഇതിൽ കാണിക്കുന്നത് പോലെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഉപയോഗമായിരിക്കും. ചെയിനിനെ ഔട്ടർ സ്പ്രോക്കറ്റിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന സമയത്ത് വിരൽ ഇടയിലാവാതെ ശ്രദ്ധിച്ചോളണം. അതുമല്ല ചെയിന് ചാടിപ്പോകാതെയും മടങ്ങിപ്പോകാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ചെയിനിൻ്റെ ഒരു എൻഡ് ഇന്നർ സ്പോക്കറ്റിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാനുള്ളത്. അത് മെല്ലെ സ്പ്രോക്കറ്റിൻ്റെ ടീത്തിലൂടെ കയറ്റി കറക്കി എടുക്കണം. ഇന്നർ സ്പോക്കറ്റിൽ ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ അത് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയിൻ വരുന്നതാണ്. ഔട്ടർ സ്പ്രോക്കറ്റിൽ എത്തുന്ന സമയത്ത് ചെയിനിൻ്റെ 2 എൻഡും അടുപ്പിച്ച് തന്നെ ഇരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. അങ്ങനെ ചെയിനിൻ്റെ 2 എൻഡിനെയും അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് വയ്ക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ചില സാഹചര്യത്തിൽ ചെയിനിൻ്റെ 2 എൻഡും അടുത്തടുത്ത് വരാത്ത രീതിയിൽ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചെയിൻ അഡ്ജസ്റ്റഡ് ടെൻഷനെ 2 സൈഡിലും ലൂസ് ചെയ്ത് വീൽ ആക്സിലിനെയും വീലിനെയും മുന്നിലോട്ടൊന്ന് തള്ളി വെക്കേണ്ടതാണ്. നോർമലി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വീൽ ആക്സിലിനെയോ ചെയിൻ അഡ്ജസ്റ്ററിനെയോ അഥവാ രണ്ടിനെയും തട്ടി ലെവൽ ചെയ്യേണ്ടതാണ്, ഇത് ഹാമറിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പിക്കിൽ വീൽ ആക്സിലിൻ്റെയും ചെയിൻ അഡ്ജസ്റ്റഡ് ടെൻഷനറിൻ്റെയും അലൈൻമെൻറ്റ് മാറിയിരിക്കുന്നതാണ് ഞാൻ ആരോ മാർക്കുമായി പോയിന്റ് ചെയ്ത് കാണിക്കുന്നത്. ചെയിനിൻ്റെ 2 എൻഡും അടുത്തടുത്ത് കൊണ്ടുവന്നതിന് ശേഷം എങ്ങനെ ചെയിൻ ലോക്ക് കണക്ട് ചെയ്യുമെന്ന് നോക്കാം. ചെയിനിൻ്റെ ഈ കാണുന്ന പോർഷൻ റൈറ്റ് സൈഡിൽ നിന്ന് ചെയിനിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്, ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ. അതിൽ 2 ഓറിംഗ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ ചെയിൻ കണക്ട് ചെയ്തതിനു ശേഷം 2 ഓറിംഗ് വെക്കേണ്ടതാണ്, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ചെയിൻ ലോക്കിൽ ഈ കാണുന്ന സെക്ഷൻ ഓറിംഗിൻ്റെ പുറത്ത് വെക്കേണ്ടതാണ്, ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് ചെയിൻ ലോക്കിൽ വരുന്ന ഗ്രീൻ കളർ സാധനം അതിൽ വെക്കേണ്ടതാണ്, അതാണ് മെയിൻ ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഇതിൽ കാണുന്ന രീതിയിൽ നോസ് പ്ലെയർ പിടിക്കേണ്ടതാണ്. നോസ് പ്ലെയർ യൂസ് ചെയ്തൊന്ന് പ്രസ് ചെയ്യേണ്ടതാണ്. നോസ് പ്ലെയർ പിടിക്കുമ്പോൾ ഗ്രീൻ കളർ ചെയിൻ ലോക്ക് ചാടിപ്പോകാത്ത രീതിയിൽ വേണം പിടിക്കാനുള്ളത്. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 30 mm ലോക്ക് നട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സെയിം രീതിയിലാണ് ഗിയർ ഇട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്ത് വേണം ഇത് ടൈറ്റ് ചെയ്യാനുള്ളത്. പ്രോപ്പറായിട്ട് ടൈറ്റ് ആവുന്നില്ലെങ്കിൽ കാറിൻ്റെ വീല് ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ ടൈറ്റ് ചെയ്യേണ്ടതാണ്, അതായത് അതിൻ്റെ മണ്ടേ കയറി നിന്ന് ചവിട്ടി ടൈറ്റ് ചെയ്യേണ്ടതാണ്. ടൈറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതിനുശേഷം ലോക്ക് നട്ടിനെ പഴയതുപോലെ ലോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്, ചീസലോ സ്ക്രൂ ഡ്രൈവറോ യൂസ് ചെയ്ത് ഹാമറിൻ്റെ സഹായത്തോടെ. ലാസ്റ്റ് 8 mm ടീ ഉപയോഗിച്ച് കേസിങ്ങിൻ്റെ 2 ബോൾട്ടും ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഫൈനലി ചെയിനും കൂടെ ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.